20നും 100നും ഇടയിലുള്ള മുഴുവൻ ഒറ്റ സംഖ്യകളുടെയും തുക കാണുക. 20ൻ്റെയും 100ൻ്റെയും ഇടയിലുള്ള മുഴുവൻ ഓഡ് നമ്പേഴ്സിൻ്റെയും സമ്മ് കാണണം. അപ്പോൾ 20ൻ്റെയും 100ൻ്റെയും ഇടയ്ക്കാണ് എന്ന് പറഞ്ഞാൽ 20 കഴിഞ്ഞ എത്രയാണ്? 21 അടുത്ത ഒറ്റ സംഖ്യ. അത് കഴിഞ്ഞാൽ 23, 25 അങ്ങനെ 100ന് തൊട്ട് മുമ്പ് എന്താ വരിക? 99. അപ്പോൾ നമ്മൾ കാണേണ്ടത് 21 + 23 + 25 + എക്സെട്ര + 99 കാണണം. ഇത് നമുക്കറിയാം, ഇതൊരു സമാന്തര ശ്രേണിയാണ്. സമാന്തര ശ്രേണി അരിത്മെറ്റിക് പ്രോഗ്രഷനാണ്. അപ്പോൾ നമുക്ക് തുക കാണണമെങ്കിൽ എണ്ണം അറിയണം. ഇതിൻ്റെ തുക കാണണമെങ്കിൽ ഇതിൽ എത്ര പദങ്ങളുണ്ട് അല്ലെങ്കിൽ എത്ര സംഖ്യകളുണ്ടെന്ന് അറിയണം. അപ്പോൾ സമാന്തര ശ്രേണിയിൽ എണ്ണം കാണാൻ, പദങ്ങളുടെ എണ്ണം കാണാൻ, നമ്പർ ഓഫ് ടേംസ് കാണാൻ, സമാന്തര ശ്രേണിയിൽ നമ്പർ ഓഫ് ടേംസ് കാണാൻ സൂത്രവാക്യം Tn - T1/d + 1. ഈ Tn എന്ന് പറഞ്ഞാൽ nth ടേം അല്ലെങ്കിൽ അവസാന പദം എന്ന് പറയാം. Tn nth ടേം അവസാന പദം അത് എത്രയാണ്? 99 മൈനസ് T1 ഫസ്റ്റ് ടേം ആദ്യ പദം എത്ര? 21 പൊതുവ്യത്യാസം പിന്നെ 2 ആണ്. ഒറ്റ സംഖ്യകളിലെ ഒറ്റ സംഖ്യകളാവും പൊതുവ്യത്യാസം 2. 23 21 കുറച്ചാൽ 2, 25 23 കുറച്ചാൽ 2, പിന്നെ പ്ലസ് സൂത്രവാക്യത്തിലത്തെ 1. 99 21 കുറച്ചാൽ 78 എന്ന് വരും. 99 21 കുറച്ചാൽ 78/2 + 1. 78/2 എന്ന് പറഞ്ഞാൽ 39 വരിക. 78/2 78നെ 2 കൊണ്ട് ഹരിച്ചാൽ അല്ലെങ്കിൽ 78ൻ്റെ പകുതി 39 ഒന്നും കൂട്ടിയ 40 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്താ കിട്ടി? പദങ്ങളുടെ എണ്ണം കിട്ടി. നമുക്ക് തുകയാണ് കാണേണ്ടത്. അതിന് തുക കാണാൻ എണ്ണം അറിയണം. എണ്ണം കിട്ടി. ഇനി തുക കാണാൻ സൂത്രവാക്യം എഴുതുക. S = n/2 × T1 + Tn സമ്മ് കാണാൻ തുക കാണാൻ വില കൊടുക്കുക. എന്ന് നമുക്ക് എത്ര കിട്ടി? 40. 40/2 × T1 എന്ന് പറയുന്നത് 21 + Tn 99. അപ്പോൾ ഈ 40/2 ഹരിച്ചാൽ 20. 40/2 20 × ഇത് രണ്ടും കൂട്ടുമ്പോൾ 120 വരും. 21ഉം 99ഉം കൂട്ടുമ്പോൾ 99 1 100 20 120. ഇത് കുടിക്കുമ്പോൾ 2 × 12 24. 2 × 12 24 പിന്നെ 2 0. ഉത്തരം 2400.